പ്രിയമുള്ള ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ശ്രീകൃഷ്ണ ചരിതം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ മധുരയ്ക്ക് പോയതിന് ശേഷം കുറേ കാലത്തിന് ശേഷം ഉദ്ധവരെ പറഞ്ഞ് വൃന്ദാവന ഭൂമിയിലേക്ക് അയച്ചു. ഞാൻ വലിയ താമസമില്ലാതെ വൃന്ദാവനം സന്ദർശിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ധവർ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് കഴിഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം ശ്രീകൃഷ്ണന് യാദവർ താമസിക്കുന്ന സ്ഥലത്തേക്കും വൃന്ദാവനത്തിലേക്കൊക്കെ എത്തി. വന്ന് ഗോപികമാരും ഗോപന്മാരും എല്ലാം വളരെ സന്തോഷത്തിലായി. രാധ പണ്ട് താൻ ഉപേക്ഷിച്ചിരുന്ന ആഭരണങ്ങൾക്ക് എടുത്ത് വീണ്ടും അണിഞ്ഞു. എന്നിട്ട് ഭഗവാനെ കാണാൻ തത്രപ്പെട്ട് ചെന്നു. കുറേ സ്ത്രീസഹജമായ പരാതികളൊക്കെ പറഞ്ഞു. മധുര ഇത്ര ദൂരത്താണോ ഭഗവാൻ, ഞങ്ങളെയെല്ലാം മറന്നുപോയോ, ഒന്ന് വന്ന് കാണുന്നതിന് എന്നാ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാധയെ ഞാനും നീയും തമ്മിൽ പാലും വെളുപ്പും പോലെ ഒന്ന് തന്നെയാണ്. അഗ്നിയും ജലവും സൂക്ഷ്മമായിട്ട് എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന പോലെ ഞാനും നീയും ഒന്നിച്ചെല്ലാത്തിലും അടങ്ങിയിരിക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വ്യക്തിഗതമായിട്ടുള്ള ചിന്തകൾ വരുമ്പം ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളൊരിക്കലും രണ്ടല്ല. ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു. അങ്ങനെ എല്ലാ ചരാചരങ്ങളിലും വസിക്കുന്നു. ഈ പ്രപഞ്ചത്തിലാകമാനം വസിക്കുന്നു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു കാർത്തിക രാവിൽ പൗർണമിയിൽ രാസലീല വീണ്ടും ആരംഭിച്ചു. 100 യൂഥം ഗോപികമാരും പങ്കെടുത്തു. 100 യൂഥം ഗോപികമാർക്ക് തുല്യമായിട്ട് കൃഷ്ണനും ഓടക്കുഴൽ വിളിച്ച് കാലിക്കോലുമേന്തി നടിക വേഷത്തിൽ രാസലീലയാടി. അങ്ങനെ അവരെല്ലാവരും യമുനാ പുണ്യത്തിൽ രാസലീല നടത്തി രസിച്ച് വൃന്ദാവനത്തിൽ നിന്ന് നേരെ ഗോവർദ്ധനത്തിലേക്ക് പോയി. ഗോവർദ്ധനത്തിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഈ ഗോപികമാർക്കൊക്കെ ഒരു അഹന്തയുണ്ടായി. കൃഷ്ണൻ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ, ഞങ്ങളില്ലെങ്കിൽ കൃഷ്ണനില്ല എന്നൊക്കെയുള്ളൊരു അഹന്തയുണ്ടായി. അപ്പോൾ കൃഷ്ണൻ രാധയുമൊത്ത് അവിടുന്ന് ചെറുകെ കടന്നു കളഞ്ഞു. ഗോവർദ്ധനത്തിൽ നിന്ന് 3 യോജന അകലെയുള്ള രോഹിത പർവ്വതത്തിലേക്ക് പോയി. ആ രോഹിത പർവ്വതത്തിലെത്തി അവിടെ ബ്രഹ്മനിർമ്മിതമായ ഒരു തടാകത്തിൻ്റെ കരയ്ക്ക് അങ്ങനെ ഇരുന്നു. രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ വിശ്രമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൃഷ്ണനെ ചിന്തിച്ച് തപസ് ചെയ്യുന്ന ഋഭു എന്ന് പറയുന്ന ഒരു ഋഷിവര്യൻ നിൽക്കുന്നുണ്ട്. ഒറ്റക്കാലിലാണ് തപസ്, കണ്ണടച്ച്. അനേക വർഷങ്ങളായിട്ട് വായു മാത്രം ഭക്ഷിച്ചാണ് എല്ലും തോലുമായിട്ട് ഒറ്റക്കാലിൽ നിന്ന് കൃഷ്ണനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യും. അപ്പോൾ രാധ പറഞ്ഞു, അങ്ങേ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന ഇദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണ്ടേ? അങ്ങനെ കൃഷ്ണൻ രാധയും കൂടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് കൃഷ്ണൻ ഋഭോ എന്ന് വിളിച്ചു. അദ്ദേഹം കേട്ടില്ല. കാരണം പൂർണ്ണമായിട്ടുള്ള മനസ്സ് കൃഷ്ണനിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ അദ്ദേഹം ഞെട്ടി ഉണർന്നു. കാരണം ഭഗവാൻ മനസ്സിൽ നിന്ന് മാറിയല്ലോ, എവിടെ പോയി എന്നറിയാൻ. ഞെട്ടി ഉണർന്നപ്പോൾ അതാ മുൻഭാഗത്ത് രാധാസമേതനായിട്ട് കൃഷ്ണൻ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം തൊഴുതു ഉണങ്ങി, പ്രദക്ഷിണം വെച്ച് അദ്ദേഹം വീണു ഉണങ്ങി, സ്തോത്രങ്ങൾ ചൊല്ലി, മന്ത്രങ്ങൾ ചൊല്ലി. അപ്പോൾ പെട്ടെന്ന് ഋഭുവിൻ്റെ ശരീരത്തിൽ നിന്നൊരു തേജസ് കൃഷ്ണനിലേക്ക് ഒന്ന് ലയിച്ചു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഋഭുവിനോട് പറഞ്ഞു, ആ ശരീരം അങ്ങനെ ഇരിക്കുകയാണ് അവിടെ. ഈ തേജസ് ലയിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണ ഋഭുവിനോട് പറഞ്ഞു, ഋഭു എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഋഭു മന്മഥതുല്യനായ ശരീരത്തോടുകൂടി അതിസുന്ദരനായ ഒരു യുവാവായിട്ട് മാറി. അദ്ദേഹം അവിടുന്ന് നേരെ ഗോലോകത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രയാണം ചെയ്തു. ഈ ശരീരം അവിടെ വീണു. അപ്പോൾ രാധ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പരമഭക്തനായ ഋഷിവര്യനെ മരണാനന്തര കർമ്മങ്ങൾ നടത്തി നമുക്ക്
അടക്കം ചെയ്യണ്ടേ? ഇത് പറഞ്ഞു തീരുകയും പ്രഭുവിൻ്റെ ശരീരം ഒരു ജലരൂപമാകുകയും അവിടുന്ന് ഒരു നദിയായിട്ട് രോഹിതപർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന കണ്ടു. രാധ അത്ഭുതപ്പെട്ടു. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, പണ്ട് ഇതുപോലെ ഞാനും ജലരൂപിയായി ലയിച്ച് ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കൃഷ്ണ ഭഗവാനെ, ആ കഥ എന്നെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കണേ എന്ന് രാധ പറഞ്ഞു. നമുക്ക് അടുത്ത തവണ ആ കഥ കേൾക്കാം. അതുവരെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.